ഉൾപ്പെടുന്നു. കാഠ്മണ്ഡുവിലെ ഇന്ത്യൻ എംബസി കേന്ദ്രീകരിച്ച് മുഴുവൻ സമയ ഹെൽപ്പ് ലൈനുകൾ തുറന്ന് കാണാതായ ഭാരതീയരെ കണ്ടെത്തുവാനും സുരക്ഷിതമായി തിരിച്ചെത്തിക്കുവാനും മന്ത്രാലയം ഊർജിതമായ പ്രവർത്തനങ്ങളാണ് നടത്തുന്നത്. നേപ്പാൾ സർക്കാരിന്റെ അഭ്യർത്ഥന ലഭിച്ചാൽ ഉടനടി രംഗത്തിറങ്ങാൻ NDRF സംഘവും സർവ്വസജ്ജമായി നിലയുറപ്പിച്ചിട്ടുണ്ട്. അതേസമയം നേപ്പാളിലെ പ്രളയം മൂലം അതിർത്തി നദികളിൽ ജലനിരപ്പ് ഉയരുന്നത് കണക്കിലെടുത്ത് ബീഹാറിലും ഉത്തർപ്രദേശിലും NDRF മുൻകരുതലായി വൻ സേനാ സന്നാഹം നിലയുറപ്പിച്ചിട്ടുണ്ട്. CWC से कोऑर्डिनेट करके फ्लड का क्या चांस हो सकता है बिहार और यूपी में, बेसिकली गंडक रिवर है जो बिहार और यूपी में आती है, उससे क्या इम्पैक्ट होगा उसका असेसमेंट किया था. कल बिहार चीफ मिनिस्टर ने पर्सनली इसको रिव्यू किया था. उसके बाद 2 एडिशनल टीम NDRF की डिमांड की गई थी जो कि 2 जगह डिप्लॉय कर दी गई थी और आज के दिन बिहार में अभी 9 टीम्स फील्ड पर डिप्लॉयड है फ्लड के नज़र को रखते हुए रिस्पॉन्ड करने के लिए. ഭാരതത്തിലും കൺട്രോൾ റൂമുകൾ തുറന്നിട്ടുണ്ട്. അയൽ രാജ്യങ്ങളുടെ പ്രയാസത്തിൽ കൃത്യസമയത്ത് താങ്ങായി നിൽക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നയതന്ത്ര പ്രതിബദ്ധതയാണ് ഈ അതിവേഗ സഹായത്തിലൂടെ ഒരിക്കൽ കൂടി ലോകം കാണുന്നത്. ജനം, ഡൽഹി. മിന്നൽ പ്രളയ ദുരന്തത്തിൽ വിറങ്ങലിച്ച നേപ്പാളിനായി മുന്നിട്ടിറങ്ങാൻ ആഹ്വാനം ചെയ്ത രാഷ്ട്രീയ സ്വയം സേവക സംഘം. ദുരന്തബാധിതർക്ക് സാധ്യമായ എല്ലാ സഹായങ്ങളും എത്തിക്കാൻ RSS സജ്ജമാണെന്ന് സർക്കാർ യുവാവ് ദത്താത്രേയ ഹൊസബാളെ വ്യക്തമാക്കി. നേപ്പാളിലെ ഉത്തര അതിർത്തി മേഖലയിലുണ്ടായ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്കും ദുരിതബാധിതർക്കും പരിക്കേറ്റവർക്കും സമാശ്വാസമേകാൻ എല്ലാവരും മുന്നോട്ട് വരണമെന്ന് ആഹ്വാനം ചെയ്ത് RSS സർക്കാരിവാഹ് ദത്താത്രേയ ഹൊസബാളയാണ് നേപ്പാളിനെ സഹായിക്കാൻ എല്ലാവരും രംഗത്തിറങ്ങണമെന്ന് ആഹ്വാനം ചെയ്തത്. റസുവ, ധാംഡിംഗ്, നുവാകോട്ട്, ചിത്വാൻ, കിഴക്കൻ നവൽപരാസി ജില്ലകളെ പൂർണ്ണമായും ബാധിച്ച പ്രളയത്തിൽ വ്യാഴാഴ്ച വൈകുന്നേരം വരെ ലഭിച്ച കണക്കുകളുടെ അടിസ്ഥാനത്തിൽ 359 പേർക്കാണ് ജീവൻ നഷ്ടമായത്. ആയിരക്കണക്കിന് ആളുകളാണ് ദുരിതത്തിലായത്. ഈ ദുരന്തത്തിൽ ഇരകളായവർക്ക് സാധ്യമായ എല്ലാ സഹായങ്ങളും എത്തിക്കാൻ RSS സജ്ജമാണെന്ന് സർക്കാരിവാഹ് വ്യക്തമാക്കി. ഈ അപ്രതീക്ഷിത സാഹചര്യത്തിൽ സഹായഹസ്തങ്ങളുമായി മുന്നോട്ട് വരാൻ എല്ലാവരും തയ്യാറാകണമെന്ന് സർക്കാരിവാഹ് ദത്താത്രേയ ഹൊസബാളെ അഭ്യർത്ഥിച്ചു. നേപ്പാളിന് സാധ്യമായ എല്ലാ സഹായവും ഉറപ്പു നൽകി ഭാരതവും നേപ്പാളിനൊപ്പമുണ്ടെന്ന് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. ജനം, ഡൽഹി. ഫേസ്ബുക്കിൽ മോട്ടോർ വാഹന വകുപ്പിനെതിരെ പോസ്റ്റിട്ട ശേഷം ഓട്ടോ ഡ്രൈവർ ആത്മഹത്യ ചെയ്തു. മലപ്പുറം കൊണ്ടോട്ടി മുണ്ടംപറമ്പ് സ്വദേശിയായ ഷൗക്കത്ത് അലിയാണ് MVDക്കെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ച ശേഷം ജീവനൊടുക്കിയത്. ഓട്ടോയുടെ ഫിറ്റ്നസിനായി ഏജന്റ് വഴിയല്ലാതെ MVDയെ നേരിട്ട് ബന്ധപ്പെട്ടപ്പോൾ നിരന്തര ഫിറ്റ്നസ് നിഷേധിച്ചെന്നാണ് മരണക്കുറിപ്പ്. മോട്ടോർ വാഹന വകുപ്പിലെ അഴിമതിയിലും ഉദ്യോഗസ്ഥ പീഡനത്തിലും മനംനൊന്നാണ് മലപ്പുറം കിഴിശ്ശേരിയിൽ യുവാവ് ആത്മഹത്യ ചെയ്തത്. കിഴിശ്ശേരി സ്വദേശി ഷൗക്കത്ത് അലി ഇന്ന് രാവിലെയാണ് ജീവനൊടുക്കിയത്. കൈക്കൂലി നൽകാത്തതിന്റെ പേരിൽ കഴിഞ്ഞ 10 മാസമായി MVD ഉദ്യോഗസ്ഥർ തന്റെ ജീവനമാർഗം തടസ്സപ്പെടുത്തിയെന്ന് വ്യക്തമാക്കുന്ന വൈകാരികമായ സോഷ്യൽ മീഡിയ കുറിപ്പ് പങ്കുവച്ച ശേഷമായിരുന്നു ആത്മഹത്യ. സിസ്റ്റത്തിലെ അഴിമതിക്കെതിരെയുള്ള പ്രതിഷേധമാണ് തന്റെ മരണമെന്നും ആഭ്യന്തരമന്ത്രിയും ഹൈക്കോടതിയും വിഷയത്തിൽ ഇടപെടണമെന്നും ഷൗക്കത്ത് അലി കുറിപ്പിൽ ആവശ്യപ്പെടുന്നു. കഴിഞ്ഞ പ്രാവശ്യത്തിന്റെ സർട്ടിഫിക്കറ്റ് കൊടുത്തപ്പം ഉള്ളതന്നെ ഉള്ളൂ, ഇപ്പോഴും പ്രത്യേകിച്ചൊന്നുമില്ല. പക്ഷേ ഇതൊക്കെ ഉള്ളവർക്ക് എന്തെങ്കിലും പിൻവാതിൽ കൂടെ എന്തെങ്കിലും കൊടുക്കലൊക്കെ ശരിയാക്കി കൊടുക്കുന്നുണ്ട്. എനിക്ക് തരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇതിൻ്റെ മുമ്പ് എന്നെ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി ഇങ്ങനത്തെ ഒരു ഗതി ആർക്കും വരരുതെന്ന് ആണ് അപ്പോൾ പറഞ്ഞത്. ഞാൻ പോസ്റ്റിൽ ഏരിയാണ്. ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് ഓട്ടോ തൊഴിലാളികളും നാട്ടുകാരും കിഴിശ്ശേരി നഗരത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. ഓട്ടോറിക്ഷയുടെ ഫിറ്റ്നസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 10 മാസമായി കൊണ്ടോട്ടി MVD ഓഫീസിൽ കയറിയിറങ്ങുകയായിരുന്നു ഷൗക്കത്ത് അലി. കൈക്കൂലി നൽകാൻ തയ്യാറാക്കാത്തതിന്റെ പേരിൽ ഉദ്യോഗസ്ഥർ ഫിറ്റ്നസ് തടഞ്ഞുവെച്ച് തന്റെ ജീവിതമാർഗം തകർത്തതായി ഷൗക്കത്ത് അലി ഫേസ്ബുക്കിൽ കുറിച്ചു. എന്നാൽ മോട്ടോർ വാഹന വകുപ്പ് ഇതുവരെ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. സംഭവത്തിൽ കൊണ്ടോട്ടി പോലീസ് അന്വേഷണം ആരംഭിച്ചു. ജനം, മലപ്പുറം. ഓട്ടോ ഡ്രൈവർ ഷൗക്കത്തിന്റെ ആത്മഹത്യയിൽ മോട്ടോർ വാഹന വകുപ്പിനെ വെള്ളപൂശി ഗതാഗത കമ്മീഷണർ. ഷൗക്കത്തിന്റെ ഓട്ടോയ്ക്ക് ഫിറ്റ്നസ് നിഷേധിച്ചത് രൂപമാറ്റം ഒഴിവാക്കുന്നതിനാണെന്ന് പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് കമ്മീഷണർ സർക്കാരിന് സമർപ്പിച്ചത്. അതേസമയം ആത്മഹത്യയിൽ ഗതാഗത വകുപ്പ് സെക്രട്ടറിയും അന്വേഷണം നടത്തും. മലപ്പുറത്ത് ഓട്ടോ ഡ്രൈവർ ഷൗക്കത്ത് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ സംസ്ഥാന സർക്കാരിന് ഗതാഗത കമ്മീഷണർ പ്രാഥമിക റിപ്പോർട്ട് കൈമാറി. ഷൗക്കത്തിന്റെ ഓട്ടോറിക്ഷയിൽ രൂപമാറ്റം വരുത്തിയിരുന്നുവെന്നാണ് കണ്ടെത്തൽ. അതൊഴിവാക്കാൻ ആവശ്യപ്പെട്ടുവെങ്കിലും ഷൗക്കത്ത് മാറ്റാൻ തയ്യാറായിരുന്നില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. വാഹനത്തിന് ഫിറ്റ്നസ് നൽകാതിരുന്നത് അതിനാലാണെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നു. 2021 ജൂണിലാണ് പുതിയ ഓട്ടോറിക്ഷ വാങ്ങിയത്.
ആദ്യത്തെ 2 വർഷം പരിശോധന ആവശ്യമില്ലായിരുന്നു. 2023 ആദ്യ പരിശോധന നടത്തി 2025 വരെ സർട്ടിഫിക്കറ്റ് നൽകുകയും ചെയ്തിരുന്നു. രണ്ടാമത്തെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റിനായി 2025 നവംബർ 11 കൊണ്ടോട്ടിയിലെ AMVIക്ക് മുൻപാകെ വാഹനം ഹാജരാക്കുകയും ചെയ്തത്. എന്നാൽ സർട്ടിഫിക്കറ്റ് നിഷേധിക്കുകയായിരുന്നു. ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരം മാറ്റങ്ങൾ വരുത്തിയതിനു ശേഷം പരിശോധനയ്ക്ക് ഹാജരായെങ്കിലും വാഹനത്തിന് ഫിറ്റ്നസ് നൽകാൻ തയ്യാറായിരുന്നില്ലെന്നാണ് ആരോപണം. പരിശോധനയ്ക്ക് എത്തിച്ചപ്പോഴുണ്ടായ ദൃശ്യങ്ങളും ഷൗക്കത്ത് നേരത്തെ പങ്കുവച്ചിരുന്നു. കൈക്കൂലി നൽകാത്തതിനെ തുടർന്ന് ഉപജീവന മാർഗമായ ഓട്ടോറിക്ഷയ്ക്ക് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകാതെ അധികൃതർ പീഡിപ്പിച്ചുവെന്നടക്കം വിശദമായ കുറിപ്പ് പങ്കുവച്ചതിനു ശേഷമാണ് ഷൗക്കത്ത് ജീവനൊടുക്കിയത്. അതേസമയം സംഭവത്തിൽ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ ഗതാഗത വകുപ്പ് സെക്രട്ടറിയെയും ചുമതലപ്പെടുത്തിയിരിക്കുകയാണ്. 2 ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് സർക്കാരിന്റെ നിർദ്ദേശം. ജനം, തിരുവനന്തപുരം. മറ്റു വാർത്തകളിലേക്ക് എത്താം, ഒരിടവേളയ്ക്ക് ശേഷം. ഹലോ സാർ, കേരള ഗ്രാമീണ ബാങ്കിൽ നിന്നായിരുന്നു. സാറിന്റെ കാർ ലോൺ അപ്രൂവ് ആയിട്ടുണ്ട്. സാറിന്റെ ആനിവേഴ്സറി ഡേറ്റിൽ തന്നെ കാർ ഡെലിവറി ചെയ്യും. കേരള ഗ്രാമീണ ബാങ്ക്, കേരളത്തിന്റെ സ്വന്തം ബാങ്ക്. എന്നാൽ നമുക്ക് ഇന്ത്യയുടെ മൂല്യങ്ങളെയും വൈറലാക്കാം. ഇന്ത്യയുടെ സ്വാദ് രുചിച്ചുകൊണ്ട്. ലക്ഷ്മി, ആഹാരം. മകനെ, അമ്മ എന്ന് പറയൂ. ആഹാരം വാരിത്തരുന്നവരെ നമ്മൾ അമ്മ എന്ന് വിളിക്കുന്നു. ഈ മൂല്യങ്ങൾ മറക്കുന്നില്ല, വൈറലാക്കുന്നതേയുള്ളൂ. ഇന്ത്യ ഗേറ്റ് ബാസ്മതി റൈസ്. വരൂ, ഇന്ത്യയുടെ സ്വാദ് രുചിക്കാം. എല്ലാ പ്രേക്ഷകർക്കും ധനലക്ഷ്മി ബാങ്കിന്റെ ഓണാശംസകൾ. തിരുവനന്തപുരത്തെ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ ഫെഡറൽ ബാങ്ക് KCL T20 ആവേശ ക്രിക്കറ്റ്. ആവേശം ഇനി വേറെ ലെവൽ. ഓഗസ്റ്റ് 20 മുതൽ സെപ്റ്റംബർ 5 വരെ ലൈവായി സ്റ്റാർ സ്പോർട്സിലും ജിയോ ഹോട്ട്സ്റ്റാറിലും ഉച്ചയ്ക്ക് 2 മണി മുതൽ.